ഹായ് ഗായ്സ്, വെക്കേഷൻ തുടങ്ങിയതിന് ശേഷം നമ്മൾ കട്ട വെയിറ്റിംഗിലായിരുന്നു മദ്രസ് കൂട്ടിയിട്ട് ഉമ്മാന്റെ കുടിക്ക് വിരുന്ന് പോകാൻ വേണ്ടിയിട്ട്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ കുറച്ച് പേരെങ്കിലും വിചാരിക്കണ്ടാവും എനിക്ക് സ്കൂൾ മദ്രസ് ഒന്നും ഇല്ലല്ലോ, എപ്പോ വേണമെങ്കിലും വിരുന്ന് പോയിക്കൂടെ എന്നുള്ളത്. അങ്ങനെയൊന്നും അല്ലടാ, അങ്ങനെയാണെന്ന് നിങ്ങൾക്ക് തോന്നും. ബട്ട് ഐ എം എ ഗ്രാഫിക് ഡിസൈനർ. ഞാൻ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ലീവ് കിട്ടിയിട്ട് വേണം ഒന്ന് വിരുന്ന് പോകാനോ അല്ലെങ്കിൽ ഒന്ന് എൻജോയ് ചെയ്യാനോ കേട്ടോ. ഉമ്മാന്റെ കുടിയിലെത്തിയതിന്റെ ശേഷമാണെങ്കിലോ വിരുന്ന് വരേണ്ടി ലൈനിൽ നായി നിൽക്കാനും ഇരിക്കാനും വയ്യാത്ത ചൂട് കാരണം പോയി കുറച്ചു നേരം നീരാടിയതിന്റെ ശേഷം രാത്രി അമ്മോന്റെ വീട്ടിൽ വന്നു. അവിടെ ചെന്നപ്പോൾ അതാ പടക്കൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വിഷുവിന്റെ അന്നത്തെ ദിവസത്തെ വീഡിയോ ആണിത്. വൺ ഡേ ലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇടുക എന്നുള്ളതാണല്ലോ നമ്മളെ രീതി. ആ രീതിക്ക് ഒരു കോട്ടവും വരുത്താത്തതാ വീണ്ടും ഞാൻ അങ്ങനെ തന്നെ ചെയ്യാൻ കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോ ഇപ്പൊ അപ്ലോഡ് ചെയ്യുന്നത്. അങ്ങനെതാ എന്റെ മകൻ ലൈഫിൽ ആദ്യമായിട്ട് പൂത്തിരിയും കത്തിച്ചു, വിഷു ആഘോഷിച്ചു കേട്ടോ. ഇതൊക്കെ നമുക്ക് പതിവില്ലാത്തതാണ്. നമ്മൾ എപ്പോഴേലൊക്കെ ഇങ്ങനെ അയലകത്തെ വീട്ടിലൊക്കെ പൊട്ടിക്കുമ്പോൾ നോക്കിക്കാന്നുള്ളൂ കേട്ടോ പതിവ്. അങ്ങനെ കുറച്ചു നേരം കമ്പിത്തിരിയും മത്താപ്പൂവും ഒക്കെ കത്തിച്ചോണ്ടിരിക്കണതിന്റെ ഇടയിൽ ഒരു ചക്രം കത്തിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പ്രതീക്ഷിക്കാത്തൊരു സൗണ്ട് കേട്ടപ്പോൾ ആ പരിപാടി അവിടെ നിർത്തിട്ടോ ഞങ്ങള്. പടക്കത്തിന്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഇവന് നല്ല ഇഷ്ടമായിരുന്നു. അത് നിർത്തിയപ്പോൾ തുടങ്ങിയതാട്ടോ നമ്മളെ ചീത്ത. ഓൻ അറിയില്ലല്ലോ അതിന്റെ ഡേഞ്ചർ ആയിട്ടുള്ള സൈഡ്. പടക്കം പൊട്ടിക്കലിന് ശേഷം നമ്മളെ വീട്ടിൽ അവതരിപ്പിച്ചത് കാർ ഷോ ആണ് കേട്ടോ. ഇതെടുത്ത് അതിന്റെ കയ്യും കാലൊക്കെ ഒന്ന് ഇളക്കിയപ്പോൾ എന്റെ നെഞ്ഞിന്റെ ഉള്ളിൽ കൂടെ ഒരു കാളലുണ്ടായി. ചെറിയ പൈസന്റെ മുതലൊന്നുമല്ല, അതുകൊണ്ടാണ് കാളല്. അങ്ങനെ നമ്മളെ പടക്കം പൊട്ടിക്കലും കഴിഞ്ഞു, കാർ ഷോയും കഴിഞ്ഞു. അപ്പൊ ഇന്ന് ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.